ഷാപ്പിൽ നമുക്ക് പഴമാങ്ങ പുളിശ്ശേരി വെച്ച് നോക്കിയാലോ. ഇന്ന് നല്ല നാട്ടുമാങ്ങ ഷാപ്പിലൊരു കൂടെ ജോലി ഒരാൾ കൊണ്ടുവന്നതാണ്. നല്ല നാട്ടുമാങ്ങ. അതിൽ കുറച്ച് മോണ്ടമാങ്ങ ഉണ്ടായിരുന്നു. മോണ്ടമാങ്ങ നമ്മൾ മാറ്റി മുറിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞ് പഴമാങ്ങയില്ലേ, അതായത് നാട്ടുമാങ്ങ, നാടൻ മാങ്ങ, ചെറിയ മാങ്ങ, നല്ല മധുരമാണ്. അത് ചീമ്പി കഴിക്കാനായിട്ട് നല്ല പറ്റിയ മാങ്ങയാണ് ഈ ചെറിയ മാങ്ങ. അത് എന്ന് വെച്ച് നമുക്കൊന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇതിൻ്റെ തൊലി ചെത്തല്ല, തൊലി ഉരിഞ്ഞ് അതിൻ്റെ മാംസവും മാങ്ങാണ്ടിയും മാത്രമായിട്ട് എടുക്കണം. കണ്ടോ, ഈ പരുവത്തിൽ നമ്മൾ അതെല്ലാം വൃത്തിയാക്കി, തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത്, പിന്നെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കണ്ടോ, ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തു, പിന്നെ കുറച്ച് മാത്രം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും അതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. ഇഞ്ചിയും കണ്ടോ, ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം. ഇത് നമുക്കൊരു ഉരുളിയിൽ തീ ഇട്ട്, ഉരുളിയിലിട്ടിട്ട് കറിവേപ്പില ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് വേവിക്കണം. ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒത്തിരി മഞ്ഞ കളറായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറി ഇടുന്നുണ്ട്. കുറച്ച് ശർക്കര ഇട്ടില്ലായിരുന്നു. ശർക്കര തിളച്ചതിന് ശേഷമാണ് ശർക്കര ഇടുന്നത്. ചെറിയൊരു പീസ് ശർക്കര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി നല്ലോണം ശർക്കര ഉരുകി അതിൻ്റെ മാങ്ങ വെന്ത് വരട്ടെ. മാങ്ങ നല്ലോണം തിളച്ചത് വെന്ത് കുറുകി വരണം. ഇനി അതിന് നമുക്കിതിന് ചേർക്കാനായിട്ടുള്ള അരപ്പ് റെഡിയാക്കണേ. അതിന് തേങ്ങ ഒരു ജാറിൽ തേങ്ങ എടുക്കുക. അത്യാവശ്യം അതിന് വേണ്ടുന്ന തേങ്ങ എടുക്കണം. പിന്നെന്താ അതിലിടുക, പിന്നെ അത് കഴിഞ്ഞ് അതിൽ കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, പച്ചമുളക്, നല്ല ജീരകം, പിന്നെ ഇതിൽ അരപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടേ. അരപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നല്ലോണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ മാങ്ങ വെന്ത് ഏകദേശം പാകമായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ അരപ്പ്, അതായത് നല്ല ജീരകം, പച്ചമുളക്, കറിവേപ്പില, ഇത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നല്ല പേസ്റ്റ് പോലെ നല്ല തരിയില്ലാതെ അരച്ചെടുക്കണം. തരി തീരെ കാണാൻ പാടില്ല. ഇത് കുറച്ച് ഉലുവാപ്പൊടി ഇടുന്നുണ്ടേ. കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും വേണം. ഉലുവ ഇട്ടു, ഉലുവപ്പൊടിയാണ് ഉപയോഗിക്കുക. ഉപയോഗിക്കും. ഉലുവ കടുക് താളിക്കാൻ നേരമാണ് നമ്മൾ ചേർക്കുക. നമ്മുടെ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർക്കുക. നല്ലോണം ഇളക്കി ചേർക്കണം. ആവശ്യത്തിന് പോരാത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കി ആ അരപ്പിൽ ആ മാങ്ങ ലയിച്ച് ചേരുന്ന രീതിയിൽ ഇളക്കി എടുക്കണം. ഇനി നമ്മളിതിൽ കുറച്ച് നേരത്തെ കായപ്പൊടി ചേർത്ത് ഇതാണ് നമ്മുടെ
എന്നല്ല, നേരത്തെ ഉലുവപ്പൊടിയാണ് ചേർത്തത്, ഇത് കായപ്പൊടിയാണ് ചേർത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് നമ്മുടെ ആ തൈര്. നമ്മൾ മിൽമയുടെ 2 കപ്പ് തൈരെടുത്ത് ജസ്റ്റ് മിക്സിയിലോട്ടൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടല്ല, അത് കട്ട കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം പോലെ ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മിക്സിയിലിട്ട് അടിക്കുന്നത്. മിൽമയുടെ തൈരാണ് ഉപയോഗിക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ അരപ്പ് അതുമായിട്ടെല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. തൈര് നമ്മൾ അടിച്ചു. ഇനി അതിലേക്ക് ചേർക്കാം. ഉണ്ടോ? ഇനി നമ്മൾ തീ കുറച്ച് വെക്കണം, തിളയ്ക്കാൻ പാടില്ല. ഈ തൈരും ഈ അരപ്പും എല്ലാം ഒന്ന് ചൂടാവുകയോ ചെയ്യാവുള്ളൂ. ഇനി തിള വരാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ രീതി. ഉണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കാം. റെഡി ആയിട്ടുണ്ട്. തീ ഓഫാക്കി. ഇനി നമുക്ക് കടുക് താളിക്കണം. എണ്ണ ചൂടായി, കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ നല്ലോണം മൂക്കട്ടെ. ഉലുവ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് നല്ല ബ്രൗൺ കളറിൽ ചെറിയ ഉള്ളി ഇതാണ്ട, ചെറിയ ഉള്ളി നല്ല രീതിയിൽ വഴറ്റി നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. വേണ്ട, ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് 3-4 ഉണക്കമുളക് 2ആയിട്ട് കണ്ടിച്ചതും, പിന്നെന്താ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കുക. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, അതെന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ചുമല കളർ കിട്ടാൻ വേണ്ടി, മഞ്ഞ കളർ നമുക്ക് അത്ര നല്ലോണം മഞ്ഞിച്ചിരിക്കുന്ന ഒരു ഇഷ്ടക്കേടാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ചുമല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ചേർക്കുന്നത്. കുറച്ച് ചേർക്കുന്നുള്ള അല്ലോ, ഇങ്ങനെ കിടക്കും. എങ്ങനെയുണ്ട് ഷാപ്പില മാമ്പഴ പുളിശ്ശേരി? അടിപൊളിയല്ലേ? നല്ല രസമുണ്ടാകും. മധുരവും പുളിയും കയ്പും എരിവും ഉപ്പും എല്ലാം കൂടെ സമ്മിശ്രിതമായിട്ടുള്ളൊരു കറിയായിരുന്നു. അടിപൊളി കറി.